നമ്മൾ കമ്പ്യൂട്ടർ അസംബ്ലിങ് എങ്ങനെ കമ്പ്യൂട്ടർ നിർമ്മിക്കാം എന്ന് നോക്കാം. അതിന് വേണ്ട പാർട്സുകളെന്ന് പറയുന്നത് മദർ ബോർഡ്, പ്രോസസ്സർ, മെമ്മറി, റാം, ഹാർഡ് ഡിസ്ക്, പിന്നെ ക്യാബിനറ്റിൽ വിത്ത് SMBS വരുന്ന ടൈപ്പും ഉണ്ട്, വിത്തൗട്ട് SMBS വരുന്നതും ഉണ്ട്. അപ്പോൾ SMBS വിത്തൗട്ട് ആണെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം SMBS ഫിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ്, ഇവിടെയാണ് പവർ കോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് വയ്ക്കേണ്ടത്. അതിനുശേഷം ഇവിടെ 4 ഹോളുകൾ കാണും. 1, 2, 3, 4. ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമുക്ക് മദർ ബോർഡ് ഫിക്സ് ചെയ്യാം. മദർ ബോർഡ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലെ ഹോളുകളായിരിക്കും ഉണ്ടാകുന്നത്. അതിലൊരു ബേസ് ഉണ്ട്. അതായത് ഈ മദർ ബോർഡ് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇതുപോലുള്ള മെറ്റൽ വയ്ക്കണം, മെറ്റൽ ബുഷ്. അത് ഈ ക്യാബിനറ്റിൻ്റെ കൂടെ തന്നെ കാണും. അതപ്പോൾ ഹോളിനനുസരിച്ച് ഇത് ഫിക്സ് ചെയ്യുക. ഇതിപ്പം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഇതിന് മുകളിലാണ് നമ്മൾ മദർ ബോർഡ് വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ ഓപ്പണാണ്, ഈ സൈഡ് ഓപ്പൺ ആയിരിക്കും. അതിന് ഈ ബാക്ക് പാനലുണ്ട്, ഈ മദർ ബോർഡിൻ്റെ കൂടെ തന്നെ ബാക്ക് പാനലുണ്ട്. അതും ഫിക്സ് ചെയ്യാം. അതിങ്ങനെ അകത്തുനിന്ന് വേണം ഫിക്സ് ചെയ്യാൻ. ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ലെഫ്റ്റ് സൈഡ് കീബോർഡ്, അതായത് പണ്ട് മറ്റേ PS2 കീബോർഡ് വരുമ്പോഴത്തേക്ക് റൗണ്ട് ടൈപ്പ് അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഉള്ളതായാലും ലെഫ്റ്റ് സൈഡിലാണ് ഇതുപോലെ ഈ ഹോൾ വരുന്നത്. ഏറ്റവും റൈറ്റ് സൈഡിലാണെങ്കിൽ ഈ ഓഡിയോ ഔട്ട് ഇന്ന് അവിടെ കണക്ട് ചെയ്യേണ്ട പോർട്ടായിരിക്കും ബാക്ക് പാനൽ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് മദർ ബോർഡ് എടുക്കാം. അതിനുശേഷം പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടി ഇതിങ്ങനെ ഒരു ലോക്കാണ്. ഈ ലോക്ക് ബാക്കിലോട്ട് വലിക്കുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോസസ്സർ എടുക്കുക. പ്രോസസ്സർ പിന്നുണ്ട്. ഓരോ മദർ ബോർഡിനനുസരിച്ചുള്ള പ്രോസസ്സറായിരിക്കും ഉള്ളത്. അപ്പോൾ കടയിൽ ചോദിക്കുമ്പോൾ തന്നെ അറിയാം ഏത് പ്രോസസ്സർ വേണോ അതിൻ്റെ ബോർഡും പ്രോസസ്സറും തരും. അതിനുശേഷം ഇവിടെ ഒരു കട്ടുണ്ട്. ആ കട്ടിനനുസരിച്ച് വേണം പ്രോസസ്സർ ഇൻസേർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പിന്ന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വീണ്ടും ലോക്ക് ചെയ്യുക. ഇനി ഇതിന് വേണ്ടി അതായത് ഇതിന് മുകളിൽ കൂളിങ്ങിന് വേണ്ടി ഒരു ഫാൻ വയ്ക്കണം. അല്ലെങ്കിൽ പ്രോസസ്സർ പെട്ടെന്ന് ഹീറ്റാവില്ല, ഓണാകത്തില്ല, പെട്ടെന്ന് തന്നെ ഓഫായി പോകും. ഈ ഓഫാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫാനും കൂളിങ്ങിന് വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഫാനിൻ്റെ കണക്ഷനാണ്, 4 പിൻ. ഇനി ഈ സ്ക്രൂ ഉള്ള ഫാനും ഉണ്ട്, അല്ലാതെ ലോക്ക് ഉള്ളതും ഉണ്ട്. ഇതിപ്പോൾ സ്ക്രൂ ടൈപ്പാണ്. 4 സൈഡ് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിപ്പോൾ DDR4 4GB മെമ്മറിയാണ്. അതും ഇതുപോലെ തന്നെ മെമ്മറി സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യാം. ഒരു സൈഡ് മാത്രമേ ഇത് കണക്റ്റ് ആകത്തുള്ളൂ, അതായത് ഇൻസേർട്ട് ആകത്തുള്ളൂ. ഈ ലോക്കുണ്ട്. ലോക്ക് കൃത്യമായി തന്നെ ലോക്ക് വീഴത്തക്ക രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ പിന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്.